ഈ ലഡാക്ക് കലാപത്തിന് കാരണക്കാരനായ സോനം വാങ്ചുക്ക് പാകിസ്ഥാനിലെ ഒരു സ്പൈയുമായിട്ട് കൂടിക്കാഴ്ച നടത്തി. ഇത് പറയുന്ന ലഡാക്കിലെ DGP തന്നെയാണ്. അപ്പം ഒട്ടും അപ്രതീക്ഷിതമല്ലല്ലോ ഈ നീക്കം എന്നല്ലേ നമ്മൾ കരുതേണ്ടത്? തെളിവുണ്ട് എന്ന് DGP പറഞ്ഞിട്ടുണ്ട്. ഒരു പാകിസ്ഥാൻ PIOയുമായി കൂടിക്കാഴ്ച നടത്തി എന്ന് പറഞ്ഞാൽ പാകിസ്ഥാൻ ഇൻ്റലിജൻസ് ഓഫീസർ എന്നാണ് PIO എന്ന് പറഞ്ഞതിൻ്റെ മുഴുവൻ രൂപ. എന്ന് പറഞ്ഞാൽ പാകിസ്ഥാൻ ചാരനുമായി കൂടിക്കാഴ്ച നടത്തിയെന്നാണ്. വാങ്ചുക്ക് DGP SD ജാംവാൾ ഒരുപാട് കാര്യങ്ങൾ പത്രസമ്മേളനത്തിൽ പറഞ്ഞിട്ടുണ്ട് വാങ്ചുക്കിനെ പറ്റി. അടുത്തയിടെ അറസ്റ്റിലായ ഈ പാകിസ്ഥാൻ ചാരനെ നമ്മൾ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അടുത്തിടെ അറസ്റ്റിലായ ഈ പാകിസ്ഥാൻ ചാരനുമായിട്ടാണ് വാങ്ചുക്ക് ബന്ധപ്പെട്ടിരുന്നത്. വേറെ 2 പേരെയും പിടികൂടിയിട്ടുണ്ട് എന്ന് DGP പറഞ്ഞിട്ടുണ്ട്. അതാരാണ് എന്താണെന്ന് പറഞ്ഞിട്ടില്ല. പക്ഷെ പാകിസ്ഥാൻ ചാരനുമായി ബന്ധപ്പെട്ട 2 പേരെ കൂടി പിടിച്ചിട്ടുണ്ട്. ലഡാക്കിൽ തൽപരനായ ആളായിരുന്നു ഈ പാക് ചാരൻ എന്നും DGP പറഞ്ഞിട്ടുണ്ട്. ലഡാക്കിൽ തൽപരൻ എന്ന് പറഞ്ഞാൽ എന്താ അതിൻ്റെ അർത്ഥം? ലഡാക്ക് ഇന്ത്യയിൽ നിന്ന് എങ്ങനെയെങ്കിലും വിഭജിച്ചു കൊണ്ടുപോകണം എന്നുള്ളതിൽ പാകിസ്ഥാന്റെ താല്പര്യം ഉണ്ടാകും. പാകിസ്ഥാൻ ചിലപ്പോൾ ചൈനയ്ക്ക് വേണ്ടി കളിക്കുന്നതും ആകാം. അപ്പൊ ലഡാക്കിൽ താല്പര്യമുള്ള ചാരനുമായി വാങ്ചുക്ക്, സോണം വാങ്ചുക്ക്, ഈ യുവാക്കളെയൊക്കെ ഇറക്കിയ വാങ്ചുക്ക് ബന്ധപ്പെട്ടിരുന്നു. പരിസ്ഥിതിവാദികൾ എന്ന് അവകാശപ്പെടുന്നവർ, വിശ്വാസ്യത ചോദ്യചിഹ്നമായവർ ആണ് ഈ മറ്റേ ലഡാക്കിൽ സമരത്തിനെ റാഞ്ചിക്കൊണ്ടുപോയത് എന്ന് DGP പറഞ്ഞു. അതുകൊണ്ട് ദേശീയ സുരക്ഷാ നിയമം അനുസരിച്ചിട്ട് വാങ്ചുക്കിനെ അറസ്റ്റ് ചെയ്തു. ഇപ്പോൾ അയാൾ ജോധ്പൂർ ജയിലിലാണ്. ജോധ്പൂർ എന്ന് പറയുന്നത് രാജസ്ഥാനിലാണ്. രാജസ്ഥാനിലെ വലിയൊരു നഗരമാണത്. പാകിസ്ഥാനിൽ നിന്നൊരാളെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് എന്ന് അദ്ദേഹം പറഞ്ഞു. ലഡാക്കിലേക്ക് വാങ്ചുക്കിനെ പറ്റി, അതായത് വാങ്ചുക്കിനെ വന്ന് കണ്ടിട്ട് ഈ ചാരൻ അതിർത്തിക്കപ്പുറത്തേക്ക് റിപ്പോർട്ടുകൾ കൊടുത്തിരുന്നു എന്ന് DGP പറയുന്നുണ്ട്. വാങ്ചുക്ക് നമ്മുടെ കൂടെ സഹായിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് പാകിസ്ഥാനിലേക്ക് റിപ്പോർട്ട് ഇയാൾ അയച്ചിട്ടുണ്ട് എന്ന് DGP പറഞ്ഞു. ചില നേപ്പാളികളുമായിട്ടും ബന്ധം ഉണ്ടായിരുന്നു. ഇതിൻ്റെ ചരിത്രമൊക്കെ യൂട്യൂബ് നോക്കിയാൽ തന്നെ അറിയാം എന്ന് പറഞ്ഞു. പ്രകോപന പ്രസംഗങ്ങളാണ് വാങ്ചുക്ക് നടത്തിക്കൊണ്ടിരുന്നത്. അറബ് സ്പ്രിങ് അല്ലേ, അറബ് വസന്തം, നേപ്പാളിൽ നടന്ന അട്ടിമറി ശ്രമങ്ങൾ, ബംഗ്ലാദേശിൽ നടന്ന വിദ്യാർത്ഥി പ്രക്ഷോഭം, ശ്രീലങ്കയിൽ നടന്ന ഭരണകൂട അട്ടിമറി, ഇതൊക്കെ ആണ് ഇയാൾ പ്രസംഗങ്ങളിൽ പറഞ്ഞുകൊണ്ടിരുന്നത്. അതിൻ്റെ അർത്ഥം വാങ്ചുക്കിന് ഒരു പ്രത്യേക അജണ്ട ഉണ്ടായിരുന്നു എന്നാണ്. പിന്നെ ഇയാൾ വിദേശ ഫണ്ട് സ്വീകരിച്ചിരുന്നു. FCRA ലൈസൻസ് ഇയാളുടെ NGOയുടേത് ഇപ്പം റദ്ദാക്കിയിട്ടുണ്ട്. CBI അന്വേഷണം നടക്കുന്നുണ്ട്. CBI 14-ാം തീയതി CBI ഉദ്യോഗസ്ഥർ ഇയാളുടെ വീട്ടിൽ ചെന്നിരുന്നു. ഇതൊക്കെ കഴിഞ്ഞിട്ടാണ് ഈ സമരം കലാപത്തിൻ്റെ രൂപത്തിലേക്ക് മാറിയത്. അപ്പോൾ ഇയാൾക്കൊപ്പം ഈ പാകിസ്ഥാൻ ചാരൻ ഉണ്ടായിരുന്നതിന് രേഖയുണ്ട് എന്ന് DGP പറഞ്ഞിട്ടുണ്ട്. ഇയാൾ പാകിസ്ഥാനിൽ പോയിരുന്നു വാങ്ചുക്ക്. എന്തിന്? അവിടെ ഡോൺ എന്ന് പറഞ്ഞ പത്രമില്ലേ, ആ ഡോൺ എന്ന് പറഞ്ഞ പത്രം നടത്തിയ ഒരു ചടങ്ങിൽ ഇയാൾ പോയി പങ്കെടുത്തു. ഡോൺ എന്ന് പറയുന്ന പത്രം ജിന്ന തുടങ്ങിയതാണ്. മലയാളിയായ പോത്തൻ ജോസഫ് അതിൻ്റെ പത്രാധിപരൊക്കെ ആയിരുന്നു. മുമ്പ് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഡോണിൻ്റെ ഒരു ഈവന്റ്, പത്രങ്ങൾ പല ചടങ്ങുകൾ നടത്തുമല്ലോ, അതിൽ ഇയാൾ പോയിരുന്നു. അത് കഴിഞ്ഞ് ഇയാൾ ചിലപ്പോൾ ഈ പത്രം നടത്തിയ ഈ ഇൻ്റർവ്യൂസ് ഒക്കെ അല്ലേ, പത്രങ്ങൾ പല പരിപാടി നടക്കും, പത്രത്തിൻ്റെ ഒരാൾ വന്നിട്ട് കുറേ സംസാരം നടത്തും. അപ്പോൾ ഡോണിനെ പോലൊരു പത്രം, ഒരു പാകിസ്ഥാൻ പത്രം ഇവിടുന്ന് ഒരാളെ വിളിച്ചു കൊണ്ടുപോയി ചടങ്ങിൽ പങ്കെടുപ്പിക്കണമെന്നുണ്ടെങ്കിൽ അത്യാവശ്യം വിഘടനവാദം കീശയിലുള്ള ഒരാളായിരിക്കണമല്ലോ. അതാണ് വാങ്ചുക്ക് അവിടെ പോയത്. അത് കഴിഞ്ഞ അയാൾ എവിടെയാണ് പോയത്? ബംഗ്ലാദേശിൽ പോയി യൂനുസിനെ കാണാൻ. ഇതൊക്കെ വലിയ ചോദ്യചിഹ്നം ആണ് എന്ന് DGP ജാംവാൾ പറയുന്നു. പല ഏജൻസികളും ഇതേപ്പറ്റി അന്വേഷിക്കുന്നുണ്ട് ഇന്ത്യയിൽ എന്നും അദ്ദേഹം പറഞ്ഞു. അപ്പോൾ ആദ്യത്തെ ദിവസം, ഈ കലാപത്തിൻ്റെ ആദ്യ ദിവസം പരിക്കേറ്റവരിൽ 2 നേപ്പാളികൾ ഉണ്ടായിരുന്നു. പിന്നെ ഒരു 3-4
നേപ്പാളികൾ കൂടി ഇതിലുണ്ടെന്ന് കണ്ടെത്തി. പിന്നെ ഈ പോലീസ് വെടിവെച്ചത് ആത്മരക്ഷാർത്ഥം, സെൽഫ് ഡിഫെൻസ് ആയിരുന്നു. 24-ാം തീയതി ക്രമസമാധാന അവസ്ഥ വലിയ പരിങ്ങലിലായി. ലഡാക്കിൽ ഇങ്ങനെ വരുന്നത് ആദ്യമായിട്ടാണ്, ലഡാക്കിൻ്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്. 17 CRPF ഭടന്മാർക്കും 15 പോലീസുകാർക്കും പരിക്ക് പറ്റിയിട്ടുണ്ട്. ഒരു പെൺകുട്ടിയെ, പരിക്ക് പറ്റിയ ഒരു പെൺകുട്ടിയെ ഡൽഹിയിലേക്ക് എയർലിഫ്റ്റ് ചെയ്തു. അപ്പോൾ ഗുരുതരമായ പരിക്കാണല്ലോ. 5000-6000 പേര് ഈ കലാപക്കൂട്ടത്തിലുണ്ടായിരുന്നു. സാമൂഹ്യ വിരുദ്ധരും ഉണ്ടായിരുന്നു. ഇവരൊക്കെ ചേർന്നിട്ടാണ് കല്ലുകൾ നേരത്തെ തന്നെ കൂട്ടിവെച്ചിട്ട് ആക്രമണം നടത്തിയത്. CRPF ഭടന്മാരെ ഇവർ തല്ലി. 4 വനിതാ പോലീസുകാരെ കൗൺസിൽ കെട്ടിടത്തിൽ ട്രാപ്ഡായിപ്പോയി. അവർക്ക് അവിടെ നിന്ന് രക്ഷപ്പെടാൻ പറ്റിയില്ല. ഒരു CRPF ജവാന് സ്പൈനൽ ഇഞ്ചുറി, നട്ടെല്ലിൽ പരിക്ക് പറ്റിയിട്ടുണ്ട്. എന്ന് പറയുമ്പോൾ വലിയ തോതിലാണ് കല്ലേറും അടിയൊക്കെ നടന്നിരിക്കുന്നത്. അപ്പോൾ ലേ അപ്പെക്സ് ബോഡി, കാർഗിൽ ഡെമോക്രാറ്റിക് അലയൻസ് ഇതൊക്കെ ചേർന്നിട്ടാണ് ഈ സമരം നടത്തുന്നത്. സ്റ്റുഡൻസ് എഡ്യൂക്കേഷണൽ ആൻഡ് കൾച്ചറൽ മൂവ്മെന്റ് ഓഫ് ലഡാക്ക്, SCCMUL അല്ലേ, ഇതാണ് ഇയാളുടെ NGO. ഇപ്പോൾ ഇയാൾക്ക് പാകിസ്ഥാനുമായിട്ടുള്ള ബന്ധം, പാകിസ്ഥാനിലെ ചാരനുമായിട്ടുള്ള ബന്ധം ഇതൊക്കെ വളരെ വ്യക്തമായി. പഹൽഗാം ആക്രമണത്തിന് ശേഷം നമ്മൾ ജ്യോതി മൽഹോത്ര എന്ന് പറഞ്ഞിട്ടൊരു കേരളത്തിലൊക്കെ വന്ന ചാര സ്ത്രീയുടെ കഥയൊക്കെ അറിഞ്ഞിരുന്നില്ലേ? അതും ഒരു CRPF ജവാന്റെ കഥ, CRPF അസിസ്റ്റന്റ് SIയുടെ കഥയില്ലേ? ഇങ്ങനെ വിവരങ്ങൾ കൊടുത്തുകൊണ്ടിരുന്നു. ആ കഥ ഇടക്കിടയ്ക്ക് ഇപ്പൊ വരുന്നുണ്ട്. കുറ്റപത്രമൊക്കെ കൊടുത്തിട്ടുണ്ട് അതിൻ്റെ അകത്ത്. അയാളുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക്, അയാളുടെ ഭാര്യയുടെ അക്കൗണ്ടിലേക്കൊക്കെ മാസം 12,000 രൂപ വരെ വന്നിരുന്നതുമൊക്കെ വരുന്നുണ്ട്. അപ്പൊ പരിസ്ഥിതി മൗലികവാദികൾ എപ്പോഴും ഇങ്ങനെയാണ് ഇന്ത്യയിലെ പെരുമാറിക്കൊണ്ടിരുന്നത്. ഇന്ത്യ വിരുദ്ധരാണ് ഇവര്. ശരിക്കും പറഞ്ഞാൽ ലഡാക്ക് എന്ന് പറയുന്നത് ഈ പറയുന്ന കശ്മീർ അല്ലെങ്കിൽ പാകിസ്ഥാൻ വാദികളുടെയൊക്കെ ഒരു കൃത്യമായ ടാർഗറ്റ് തന്നെയാണ്. പക്ഷേ നമ്മളവിടെ ഈ സുരക്ഷാ സേനയൊക്കെ എപ്പോഴും വിന്യസിക്കുകയും വളരെ ജാഗരൂകരായി നിലകൊള്ളുകയും ചെയ്യുന്നതുകൊണ്ട് അവിടെ പ്രശ്നം ഉണ്ടാകാത്തത്. ഇവിടെ ഇപ്പോൾ ഈ കലാപസമാനമായ സാഹചര്യം ഉണ്ടായപ്പോൾ തന്നെ നമ്മുടെ സുരക്ഷാ സേന പലയിടങ്ങളിലും നിലയുറപ്പിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടായിരിക്കില്ലേ കലാപം സക്സസ് ആകാതെ പോയത്? അതായത് ഇങ്ങനെ ഇത് നടക്കാൻ പോകുന്നു എന്നുള്ള വിവരമൊക്കെ അത്യാവശ്യം ഇന്ത്യക്ക് ഉണ്ടായിരുന്നു. അതിൽ ഞാൻ അറിഞ്ഞിട്ടുള്ള സംഭവം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ കർഷക സമരം ഉണ്ടല്ലോ. കർഷക സമരം ഒരെണ്ണം നടന്നു. രണ്ടാമത് നടന്നോ? ഇല്ല. രണ്ടാമത് വലിയ ഓഗസ്റ്റ് 15-ാം തീയതി ലോറികളുടെ പ്രളയമായിരിക്കും ഡൽഹിയിലെ തെരുവുകളിൽ എന്നൊക്കെ പറഞ്ഞതല്ലേ. പക്ഷെ ബോർഡർ കടക്കാൻ പറ്റിയില്ല. അപ്പൊ ഇത് ഒരെണ്ണം ഇവരെങ്ങനെ ചെയ്യുന്നു എന്ന് നോക്കാൻ വേണ്ടിയിട്ട് ഒരു അവസരം കൊടുത്തതാണ്, ഒന്ന് കയറൂരി വിട്ടതാണ്. തലേന്ന് പത്രസമ്മേളനത്തിൽ കോൺഗ്രസ് കൗൺസിലർ പറഞ്ഞല്ലോ, ഞങ്ങൾ BJPയുടെ ഓഫീസ് ആക്രമിക്കും എന്ന് പറഞ്ഞല്ലോ. എന്നാ പിന്നെ ആക്രമിക്കട്ടെ എന്നുള്ളതാണല്ലോ, ചെയ്യട്ടെ എന്നുള്ളത് തന്നെയാണ് കണക്കാക്കുന്നത്. അപ്പൊ ചെയ്ത് കഴിയുമ്പോ ഇത് ടാർഗറ്റ് ആവുമല്ലോ. വാങ്ചുക്ക് ഇത് ചെയ്യാതിരിക്കാനാണ് നമ്മുടെ ഏജൻസികൾ ശ്രമിച്ചതെന്നിരിക്കട്ടെ. വാങ്ചുക്ക് ഇപ്പോഴും പാകിസ്ഥാൻ ചാരന്മാരെയും കണ്ട് യൂനുസിനെയും കണ്ടൊക്കെ പിന്നെയും അയാളുടെ ജീവിതം മുമ്പോട്ട് പോവില്ലേ? അങ്ങനെ പോകണ്ട എന്ന് തീരുമാനിച്ചെടുത്തല്ലേ ഈ സംഗതി കേന്ദ്രം വിജയിക്കുന്നത്. അതായത് ഈ ലഡാക്ക് ഒരു കേന്ദ്രഭരണ പ്രദേശമായതുകൊണ്ട് അതിന്റെ ചുമതലയുള്ള അമിത്ഷായാണ്. അപ്പൊ അത്രയും കൂർമ്മബുദ്ധിയുള്ള ഒരാളുടെ മുമ്പിലാണ് ഈ വാങ്ചുക്ക് പോയി കളിക്കുന്നതെന്നും കൂടെ ചിന്തിക്കണ്ടേ? ഇവൻ കളിച്ച് എവിടം വരെ പോകുന്നു എന്ന് നോക്കണമല്ലോ. ഈ ലഡാക്ക് എന്ന് പറയുന്നത് നമ്മൾ 2019 മറ്റേ വിഭജിക്കുന്നു അല്ലേ കാശ്മീരിനെ. ലഡാക്ക് എന്ന് പറയുന്നത് ഒരു കേന്ദ്രഭരണ പ്രദേശമായി മാറുന്നു. കേന്ദ്രഭരണ പ്രദേശമായ ആകുകയാണ് വേണ്ടത് എന്ന് പറഞ്ഞാൽ 560 കോടി രൂപയോ മറ്റോ ആണ് ഒരു വർഷം കേന്ദ്രം കൊടുത്തുകൊണ്ടിരുന്നത്. കൂടുതൽ ഫണ്ട് വരും കേന്ദ്രഭരണ പ്രദേശമാകുമ്പോൾ. ഒരു ലഫ്റ്റനന്റ് ഗവർണർ വരും, കൂടുതൽ ഫണ്ട് വരും. അതുകൊണ്ട് ഇത് കേന്ദ്രഭരണ പ്രദേശമാകണം എന്നാണ് അവിടെ ജനം പറഞ്ഞുകൊണ്ടിരുന്നത്. അതിലാണ് ഈ മാറ്റം ഈ വാങ്ചുക്കും കൂട്ടരും കൂടി വരുത്തുന്നത്. സ്റ്റേറ്റ് വേണമെന്ന്. അതെങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാല് കശ്മീരിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് തീവ്രവാദികൾ. ഇത് ബുദ്ധ മത അനുയായികൾ ധാരാളം ഉള്ളൊരു സ്ഥലമാണ്. ഹിന്ദുക്കളുടെ എണ്ണം കുറവാണ്, 3% മറ്റേ ഉള്ളൂ. പക്ഷെ ഞാൻ നോക്കിയിടത്തോളം മുസ്ലിങ്ങളുടെ എണ്ണം സാമാന്യം
കൂടുതൽ നന്നായിട്ടുണ്ട് അവിടെ. 3% ഒറ്റ ബുദ്ധിസ്റ്റുകളെക്കാൾ കൂടുതൽ എന്നാണ് ഞാൻ വായിച്ചത്. അപ്പോൾ കശ്മീരിൽ പ്രശ്നമുണ്ടാകുന്നത് പോലെ തന്നെ ലഡാക്കും ഒരു പ്രശ്നബാധിത പ്രദേശമായിട്ട് തീവ്രവാദികൾക്ക് മുൻതൂക്കമുള്ള പ്രദേശമായിട്ട് വരണം എന്ന് ഡീപ് സ്റ്റേറ്റ് ആഗ്രഹിക്കുന്നു. അവരാണ് ഇവാങ്ചുക്കിനെ വളർത്തിയത്, മാക്സസെ പുരസ്കാരമൊക്കെ കൊടുത്തത്. അത് ഫോർഡ് ഫൗണ്ടേഷനും റോക്ക്ഫെല്ലർ ഫൗണ്ടേഷനും കൂടി ആണ് ഇത് ചെയ്യുന്നത്. അത് രണ്ടും സിഐയുടെ പോഷക സംഘടനകളാണ് എന്ന് പറയുന്ന പുസ്തകമുണ്ട്. ഇതിനു മുമ്പ് ആ പുസ്തകത്തെ പറ്റി ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ വളർത്തിക്കൊണ്ട് വരികയാണ് ഈ ലഡാക്കിലെ പ്രശ്നം. അതിങ്ങനെ ഇന്ത്യയുടെ അകത്ത് ഇങ്ങനെ വികസന കുതിപ്പിലല്ലേ ഇപ്പൊ ജമ്മു കാശ്മീർ. ധാരാളം പ്രോജക്റ്റുകൾ വരുന്നുണ്ടല്ലോ, വിമാനത്താവളങ്ങൾ തന്നെ വരുന്നില്ലേ. അപ്പോ അപ്പുറത്ത് നിന്ന് POKയിൽ നിന്ന് നോക്കിയാൽ അത് ദരിദ്ര സ്ഥലമാണ്. ഇവിടെ ഇങ്ങനെ സമ്പത്ത് വികസനം. പലസ്തീനിൽ നിന്ന് നോക്കിയാൽ നമുക്ക് ഇസ്രയേൽ കാണാം. ഇങ്ങനെ രണ്ടും തമ്മിൽ വലിയ വ്യത്യാസമാണ്. അപ്പോ എന്ന് പറഞ്ഞതുപോലെ പാകിസ്ഥാനിലെ ആളുകൾ കാണുന്നുണ്ട് ഈ വികസനം ഇന്ത്യയിൽ നടക്കുന്നത്. അപ്പോൾ ലഡാക്ക് ഒരിക്കലും നന്നാകരുത്. ലഡാക്കിലാണെങ്കിൽ 2023 ലിത്യം നിക്ഷേപം കണ്ടെത്തി. ഭാവിയിലെ എണ്ണ എന്ന് പറയുന്ന ലിത്യം എല്ലാ ബാറ്ററികളിലും വേണ്ടേ, ലാപ്ടോപ്പ്, മൊബൈല്, പിന്നെ ഇലക്ട്രിക് വാഹനങ്ങൾ, റീചാർജബിൾ ബാറ്ററി. ലിത്യം അവിടെ നിന്ന് ഇനി ഖനനം ചെയ്യാൻ പാടില്ല, സമ്മതിക്കില്ല. പ്രാദേശിക സമ്മർദ്ദങ്ങൾ. നമുക്ക് റീസിയിൽ ജമ്മു കാശ്മീരിൽ ലിത്യം നിക്ഷേപമുണ്ട്, മണിപ്പൂരിൽ ലിത്യം നിക്ഷേപമുണ്ട്. അത് ഖനനം ചെയ്യരുത് എന്നല്ലേ ആ കലാപത്തിൻ്റെ പിന്നിൽ ഉള്ള ചൈനയുടെയും പാകിസ്ഥാൻ്റെയും ഒക്കെ ലക്ഷ്യം. ഇതിന് പുറമെ നേപ്പാളുകൾ. ഇങ്ങനെയാണ്. അപ്പോൾ പാകിസ്ഥാനുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരാളാണ് ഈ വാങ്ചുക്ക്. അതിന് തെളിവുണ്ട്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.